ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ ചതിക്കില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ ചതിക്കില്ല. ഈ ഉറപ്പുള്ള എത്ര പേരുണ്ട്? വാ തുറന്ന് പറയണം. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ ചതിക്കില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ ചതിക്കില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ കൈവിടില്ല. അതല്ലേ 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചനത്തിൽ 2 തിമോത്തിയോസ് 1:12 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു, അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾക്കറിയോ? നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നവൻ നിങ്ങളെ ചതിക്കാത്തവനെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ വിശ്വസിക്കുന്നവൻ അന്ധന്റെ കണ്ണു തുറക്കുന്നവന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ വിശ്വസിക്കുന്നവൻ നിങ്ങളുടെ മുമ്പിൽ ഏത് പ്രതിസന്ധികളെയും അത്ഭുതമാക്കി തീർക്കുന്നവന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ വിശ്വസിക്കുന്നവൻ പൊട്ടക്കിണറ്റിൽ നിങ്ങളെ വലിച്ചെറിഞ്ഞാലും പൊത്തീഫറിന്റെ കാരാഗ്രഹങ്ങളിൽ നിങ്ങളെ അടച്ചാലും നിങ്ങൾ വിശ്വസിക്കുന്നവൻ നിങ്ങളോടുള്ള വാഗ്ദത്തങ്ങളെ നിർവഹിക്കുന്നവനെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ വിശ്വസിക്കുന്നവൻ എരിയുന്ന തീച്ചൂളയിൽ നിങ്ങളെ വലിച്ചെറിഞ്ഞാലും 4-മനായി ഇറങ്ങി വന്ന് കയറുകളെ പൊട്ടിക്കുന്നവനെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ വിശ്വസിക്കുന്നവൻ നിങ്ങളെ സിംഹത്തിന്റെ കുഴിയിലിട്ടാലും ആ സിംഹത്തിന്റെ വായെ അടയ്ക്കുന്നവനെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ വിശ്വസിക്കുന്നവൻ പെരുവെള്ളം നിന്റെ മീതെ കവിഞ്ഞു വരുമ്പോൾ തീയിലൂടെ നീ നടക്കുമ്പോൾ നിന്നെ ഉള്ളംകൈയിൽ വഹിക്കുന്നവനെന്ന് നിനക്കറിയുമോ? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. പറഞ്ഞേ വാ തുറന്ന്. ഞാൻ ആരെയാ വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനെ അല്ല. ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു മത നേതാവിനെ അല്ല. ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് വാക്കുമാറുന്ന മനുഷ്യനെയല്ല. ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവത്തെയാണ്. ഹല്ലേലൂയ.